കീഴടക്കി സ്നേഹത്തിൻ പൂവലുമായി ദേവതയേ. ഇവിടെ കൊണ്ടുപോ. ഇവിടെ വരെ കൊണ്ടുപോയപ്പോ അങ്ങോട്ട് കൊണ്ടുവരാൻ അറിയാൻ പാടില്ലേ? ഞാൻ കൊണ്ടുവരാം. കുടുംബശ്രീയിലിരുന്ന് പെണ്ണുങ്ങളുമായിട്ട് കലബിലാന്ന് ഒച്ച ഇട്ടോണ്ടിരിക്കുക. ആർക്കും ഒന്നും കേൾക്കാൻ പറ്റത്തില്ല ചേച്ചിയുടെ ഒച്ച കാരണം. അപ്പൊ ഞാൻ പറഞ്ഞു സൈലൻസ് എന്ന് പറഞ്ഞു. അതിന്റെ ചുരുക്കവാ. ഈ വീട്ടിലുള്ള ആളെന്ന് ഓർക്കണ്ടായിരുന്നു, ഇങ്ങോട്ടല്ലേ വരണ്ടേ? അല്ല പിന്നെ ഒച്ചയിട്ടോ ആർക്കെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കണ്ടേ? ഞാൻ പറയുന്നത് കേൾക്കരുത്, അതാണ് ചേച്ചിയുടെ ഉദ്ദേശം. കല്ലുമ്മ കായല് കാക്കറച്ചിയും കണ്ണമ്മീനും. വെളുത്തുള്ളി കിട്ടിയില്ല കേട്ടോ, വെളുത്തുള്ളി വന്നിട്ട് തരാന്ന് പറഞ്ഞു. വെളുത്തുള്ളി ഇല്ല കടയില്. അത് ഞാൻ വൈകിട്ട് ഉച്ച കഴിയുമ്പോ വർഷോപ്പിൽ പോകുമ്പോൾ ഞാൻ കൊണ്ടുവരാം. നീ എന്തിനാ കൊണ്ട് പോന്നേ? ആന പിടിച്ചോണ്ട് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. പെട്ടെന്നാണോ വന്നത്? ഞാൻ പെട്ടെന്ന് വന്നില്ലേ? പെട്ടെന്ന് വന്നോ? നിങ്ങള് വഴി കൂടി പോണവരോട് കാക്കനോടും പൂച്ചനോടും ഒക്കെ വർത്താനം പറയാ. നീ ആരാ ഇവിടുത്തെ? കാക്കാൻ പോയി. ലില്ലിപ്പെണ്ണിന്റെ അടുത്തല്ലേ കാര്യം പറഞ്ഞേ? ഏത് കില്ലിപ്പെണ്ണ്? എന്റെ നിന്നെ ഞാൻ കടയിൽ വിട്ടിട്ടുണ്ടെങ്കിൽ കടയിൽ നിന്ന് സാധനം മേടിച്ചോണ്ട് വന്ന, അല്ലാതെ കൂടുതൽ അഭിപ്രായം പറയാൻ നിൽക്കണ്ട. കുടുംബശ്രീക്ക് പോയിട്ട് തിരിച്ച് വന്ന് കയറിയപ്പോഴത്തേന് സാധനം കിട്ടിയോ? ഇനി അത് വേവിക്കുന്ന പാടല്ലേ ഉള്ളൂ. വേവിക്കണില്ല, വേവിക്കലൊക്കെ നിർത്തി. ഇവിടെ ഇരിക്കാൻ പോവാ ഞാൻ. അതെ, എന്തോ നാത്തും പോരും കുടുംബശ്രീ ഉണ്ടായെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ദേഷ്യപ്പെടേണ്ട. പിന്നല്ലാതെ ഈ കുടുംബശ്രീയിലെ പ്രസിഡന്റ് ആരായിരുന്നു ഇത്രയും നാള്? പ്രസിഡന്റ് കഴിഞ്ഞ വർഷം എല്ലാ വർഷങ്ങളായിരുന്നു. ആണല്ലോ. എന്ത് ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണെന്നറിയോ? ആരും തമ്മിലൊരു പ്രശ്നമില്ല, എല്ലാവരും വളരെ സന്തോഷമായിട്ട്, ലോൺ കുടിശ്ശികയില്ല, ഇഷ്ടംപോലെ ലോൺ, എല്ലാവരുടെയും കയ്യിൽ പൈസ. ഇപ്പോഴോ? ഇപ്പൊ അങ്ങനെയാണോ? ലോൺ എടുത്തവരാരും പൈസ അടയ്ക്കണില്ല. ഇതൊക്കെ ഒരു തഞ്ചത്തിൽ ചോദിച്ച് മേടിക്കണം. ഇതൊക്കെ നമ്മളിപ്പോ അവിടെ ചെന്നിട്ട് നമ്മള് അറിയാത്ത പിഴക്കൊച്ചല്ലേ, ആദ്യമായിട്ട് കേറണതല്ലേ, നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കാന്ന് വെച്ച, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാന്ന് വെച്ചപ്പോഴേ ഇന്ന് ഈ പ്രസിഡന്റിന്റെ മുഖത്ത് നോക്കി. മുൻ പ്രസിഡന്റ് അങ്ങനെ പറ. മുന്നാണെങ്കിൽ പിന്നാണെങ്കിൽ അത് നിങ്ങളെ പോലുള്ളവർക്കുള്ളൂ. അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഇപ്പൊ ഞാൻ തന്നെയാ പ്രസിഡന്റ്. എന്റെ മുഖത്ത് നോക്കി സൈലൻസ് ഒരു സൈലൻസ് പറഞ്ഞാണ് ഇത്ര വയലൻസ്. സൈലൻസ് എന്ന് പറഞ്ഞാൽ സൈലൻസ് ആണെങ്കിൽ കുഴപ്പമില്ല. ആ കാണുന്ന ആൾക്കാരൊക്കെ ലില്ലി എന്തേ കാണിക്കുന്നത് ലില്ലി എന്നുള്ള രീതിയിൽ നോക്കി. മനസ്സിലായാ? ഞാൻ ആരാ? ഞാൻ അവിടുത്തെ മുൻ പ്രസിഡന്റ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്ന ഒരാള് ഞാനാ. ഇവിടെ കുടുംബത്തോ അമ്മ അമ്മാവനും കഴിഞ്ഞ പിന്നെ ആർക്കാ സ്ഥാനം? ആണല്ലോ. എന്നോട് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് സൈലൻസ് എന്ന് വിളിക്കാൻ ഇവൾ ആരാ? അപ്പൊ ഇനി ആ ബന്ധം ഞാൻ കൊണ്ടുനടക്കേണ്ട കാര്യമുണ്ടോ? നാത്തൂനെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ? നാത്തൂനെ ഒഴിവാക്കാണ്. എനിക്ക് ആങ്ങളെ മാത്രം മതി. നീ ഒന്ന് പറഞ്ഞേ, നിന്നോടാണ് ഇപ്പൊ ക്ലീറ്റോ ഒരു സദസ്സിലിരുന്നിട്ട് പറയുവാണ് സൈലൻസ് എന്ന് പറഞ്ഞാ. അല്ലെങ്കിൽ വേണ്ട, നിന്റെ ബന്ധത്തിൽ ആരെങ്കിലും ഏതെങ്കിലും ചെറിയ പിള്ളേര് നിനക്കെന്ന് പറഞ്ഞാ നീ എടുത്ത് ഇങ്ങോട്ട് വാ അങ്ങോട്ട് പോകുന്ന പറഞ്ഞുകൊണ്ട് നടന്ന പിള്ളേര് നിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ് സൈലൻസ് എന്ന് പറഞ്ഞാൽ നിനക്ക് വേദന ഉണ്ടാവോ? അങ്ങനെ പറയാൻ അവിടെ ഒരു കാരണമുണ്ടെങ്കിൽ ആ പറച്ചിൽ ഒരു കാരണവുമില്ല. ഞാൻ അവിടെ ചെന്നിട്ട് അത് അങ്ങനെയല്ല മോളെ, ഇങ്ങനെയാണ്, അത് ഇന്നതുപോലെ ചെയ്താലേ പൈസ കാര്യങ്ങൾ ശരിയാവുള്ളൂ എന്ന് മാത്രം പറഞ്ഞോളൂ. അപ്പൊ അത് സൈലൻസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. അത് ശരിയാണോ? അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ശരിയല്ല, എനിക്കറിയാം ശരിയല്ലാന്ന്. നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യവും തങ്കത്തിനില്ല. ഇനിയുണ്ടല്ലോ, ലില്ലി എന്ന് പറഞ്ഞ ആള് എന്റെ ജീവിതത്തിലില്ല. എന്റെ ജീവിതത്തിൽ മാത്രമല്ല, നിന്റെ ജീവിതത്തിലില്ല, ക്ലിറ്റോന്റെ ജീവിതത്തില്, അമ്മയുടെ ജീവിതത്തില്, അമ്മാവിന്റെ ജീവിതത്തില്, കനകന്റെ ആരുടെ ജീവിതത്തിലില്ല. അവൾ ഇവിടെ ഒറ്റയ്ക്ക് കിടന്ന് നരയിക്കണം. മിണ്ടാനും പറയാനും ആരുമില്ലാതെ, ഒരു ഉപദേശം കേൾക്കാൻ ആരുമില്ലാതെ ഇവിടെ ഒറ്റയ്ക്ക് നാവ് മരവിച്ച് അവൾ ഇരിക്കണം. അന്ന് അവൾ എന്റെ അടുത്ത് വരും. ചേച്ചി എനിക്ക് എന്നോട് എന്തെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞു. ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടിക്കും ഇവിടുന്ന്. തന്നെ താമസിക്കുന്ന എല്ലാ ലക്ഷണവും കാണുന്നു. ലില്ലി ചേച്ചിയാ? മിനി ചേച്ചിയാ? ഓ
എന്തേന്ന് കുടുംബശ്രീക്ക് വരാഞ്ഞത്? വരാൻ പറ്റിയില്ല മോളെ. അതെന്ത്? അതൊന്നും പറയണ്ട, കൊറേ കാര്യങ്ങളാ. ഞാന് എന്നിട്ടാണ് ആ ഗീത ചേച്ചി എടുത്ത് 1 മാസത്തെ പൈസ ഞാൻ ലീലേരയിൽ കൊടുത്തയച്ചില്ല, ഗീതേരയില കൊടുത്തയച്ചത്. 1 മാസത്തെ പൈസ കൊടുത്തിട്ട് എത്ര മാസത്തെ പെൻഡിങ് ഉണ്ട് ചേച്ചി? 4 മാസത്തെ ഉണ്ട് മോളെ. ഇത്തിരി വിഷമൊക്കെയാണ് മോളെ വീട്ടില്. അതൊന്നും പറയണ്ട കാര്യം. എന്തുകൊണ്ട് എനിക്ക് ഒരു ലോണ് തരണം മോളെ, കുറച്ച് പൈസ വേണം. അത് കൊള്ളാം. 5-6 മാസത്തെ പെൻഡിങ് ഉണ്ട്, ഇനിയും ലോണാ. പെണ്ണുങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് ഇടിക്കും ചേച്ചീനെ. അങ്ങനെയല്ല പറയില്ലേ മോളെ, ചേച്ചിക്ക് ഇത്തിരി വിഷമാ. അതെ, ഞാൻ എങ്ങനെയെങ്കിലും അടച്ചങ്ങ് തീർക്കാം മോളെ. അത് അടച്ചു തീർക്കണം എന്തായാലും. അത് അടച്ചു തീർക്കാതെ പുതിയ ലോൺ എങ്ങനെ തരാനാ എന്റെ ചേച്ചി? പൊന്നു മോളെ, മോള് മനസ്സ് വെച്ചാ മതി മോളെ. ചേച്ചിക്ക് ഒരു ലോണ് താ മക്കളെ. അയ്യോ ചേച്ചിക്ക് അത് ഇന്നും അവിടെ വന്ന് പറയായിരുന്നില്ലേ? അയ്യോ, ഒന്നും എനിക്ക് പറയാൻ വരാൻ പറ്റിയില്ല മോളെ. അങ്ങനെയൊക്കെയാ വീട്ടിലെ കാര്യങ്ങള്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി. ഉള്ളത് ആദ്യം അടച്ചു തീർക്ക്, എന്നിട്ട് നമുക്ക് അടുത്ത. ചേച്ചിയുടെ കൂടെ ലോൺ എടുത്തവരില്ലേ, ഇപ്പൊ 2ാമത്തെ ലോൺ എടുത്ത്, എന്നിട്ട് ചേച്ചി ഇപ്പോഴും അതടച്ചു തീർന്നിട്ടില്ല. അവസ്ഥ ഒന്ന് മനസ്സിലാക്കും മോളെ. എനിക്ക് ഇത്തിരി പ്രയാസങ്ങളൊക്കെ വന്നു, അതുകൊണ്ട് അടക്കത്തെ. എങ്കിലും ഞാൻ 1 മാസത്തെ തന്നില്ല മോളെ. അയ്യോ തങ്കം, ഇതെന്താ കരയണേ? തങ്കം, ഞാൻ ഒരു ലോണിനാ വന്നത്. ലോൺ ചോദിക്കാൻ ഞാൻ പെൻഡിങ് ഉണ്ടല്ലോ തങ്കം. ഒന്നും പറ തങ്കം, ചാച്ചിക്ക് ഒരു ലോൺ എങ്ങനെയെങ്കിലും താ തങ്കം. ചേച്ചി പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ പഴയ പ്രസിഡന്റ് അല്ലേ. ചേച്ചി ഇപ്പൊ സ്ഥാനത്തൊന്നും ഇല്ലല്ലോ, വെറും അംഗമല്ലേ. അംഗങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തങ്കം, ചേട്ടന്, എന്റെ ചേട്ടൻ ഒരേ കിടപ്പ. ഓപ്പറേഷൻ അങ്ങേർക്ക്. ഓപ്പറേഷൻ എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. അയ്യോ, ഇതിപ്പോ പുറത്ത് പറയാൻ മാത്രം എന്താ അസുഖമുള്ളത്? അത് പറയാൻ കൊള്ളില്ല മോളെ. അങ്ങേര് പറഞ്ഞ ആരോടെയും പറയണ്ടെന്ന്. അതെന്താ അസുഖം? അത് മൂലക്കുരു. അയ്യോ, മൂലക്കുരു പുറത്ത് പറഞ്ഞാൽ എന്താ കുഴപ്പം? അയ്യോ, അതങ്ങ് മൂത്തുപോയി മോളെ. അങ്ങേര് കഴിക്കാൻ കാമന്നാ കിടക്കണത്. കാക്കോത്തിൽ ഞാനാ പിടിച്ചോണ്ട് പോണത്. ഓപ്പറേഷൻ ഒന്നും വേണ്ട, തിരിവെച്ചാ മതി. അയ്യോ, അങ്ങനെയൊന്നും പറ്റൂല തങ്കം. അല്ലെങ്കിൽ ചേച്ചി താറാമുട്ട ഉണ്ടല്ലോ, അതില് മുക്കുറ്റി അരച്ചിട്ട് അടിച്ച് പൊരിച്ചു കൊടുക്കും. അയ്യോ, ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. അവിടെ ആശുപത്രി, ജില്ലാശുപത്രി പോയപ്പോ അങ്ങേര് പറയണ വലിയൊരു ഓപ്പറേഷൻ വേണമെന്ന്. അങ്ങേര് പറയാണ് 5-6 ദിവസം അവിടെ കിടക്കണം, കുറച്ച് പൈസ. മക്കളെ BPL കാർഡെന്നും പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. അവിടെ അവര് പൈസ കൊടുക്കണം. അതിന് വേണം, ഇതിന് വേണം, മരുന്ന് കൊടുക്കണം, മറ്റത് വേണം, ട്രിപ്പ് അടക്കണേന് അതിന് വെളി നല്ല മരുന്ന് എടുക്കണം. ഒരുപാട് പൈസ ചെലവുണ്ട് മോളെ. അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ? മിനി ചേച്ചി കുടുംബശ്രീന്ന് ഒരു ലോൺ എടുത്തിട്ടുണ്ട്, അത് തന്നെ അടച്ചിട്ടില്ല, കുറെ ഉണ്ട് അടയ്ക്കാനായിട്ട്. ഇപ്പൊ അടുത്ത ലോൺ ചോദിച്ചു വന്നതാ. അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അങ്ങനല്ല, ഈ എടുത്ത കാശ് തിരിച്ചടക്കാതെ പുതിയ പെൻഡിങ് ഉണ്ട് സാറേ. അത് ഞാൻ അടച്ചോളാം. ചേച്ചി ഇപ്പൊ ലോൺ തന്നാ തന്നെ ചേച്ചിയുടെ പഴയ കുടിശ്ശികയൊക്കെ പിടിച്ചിട്ടേ തരത്തുള്ളൂ. അയ്യോ സാറേ, അതൊക്കെ പിടിച്ചാലും വേണ്ടില്ല. എങ്ങനെങ്കിലും കിട്ടി എനിക്ക് അങ്ങനെ ഒന്ന് രക്ഷപ്പെടുത്തണം. പക്ഷെ പൈസ തകയില്ല സാറേ. എനിക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. ഞാൻ സെക്രട്ടറിനെ കൂടെ ഒന്ന് വിളിക്കട്ടെ, വിളിച്ചിട്ട് നോക്കാം. വിഷമിക്കണ്ട, അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു തരും. സാറേ, ചേച്ചി നാളെ വരട്ടാ സാറേ. എനിക്കറിയില്ല മോളെ, രാവിലെ വരട്ടാ മോളെ. ചേച്ചി നാളെ ഞാൻ വിളിക്കാം എന്നാ. അപ്പൊ ഞാൻ രാവിലെ കറങ്ങി വാ ചേച്ചി എന്തായാലും. സാറേ മോളെ, ചാച്ചി വരുമല്ലോ. വരട്ടാ മോളെ. പോട്ടെ സാറേ. തങ്കം, ചാച്ചി പോട്ടെ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. പൊക്കം എന്തായാലും ഈ പ്രാവശ്യം എല്ലാം സ്ട്രിക്റ്റ് ആണ് ചേച്ചി. കഴിഞ്ഞ പ്രാവശ്യം അതിന് ഉഴപ്പ് ഭരണമായതുകൊണ്ട് ശരി ഒന്നും വിഷമിക്കണ്ട. ഇപ്പൊ കുടുംബശ്രീ നല്ല പക്കയായിട്ടാ പോണത്. കഴിഞ്ഞ പ്രാവശ്യത്തെ മൊത്തം അലമ്പായിരുന്നോണ്ടേ അതുകൊണ്ട് പെൻഡിങ് ഉണ്ടെന്ന്. ഏട്ടാ, പണ്ടാണെങ്കിൽ തങ്കം പിടിച്ച പിടിയാലെ മേടിക്കും. എന്റെ കുതികാല് വെട്ടി കേറിയ ആൾക്കാർക്ക് ഇത് തന്നെ വേണം. വിളിച്ചത് കേട്ടില്ല ഏട്ടാ, ഇങ്ങ് വരാൻ. എന്നിട്ട് ഇപ്പൊ എന്തായെന്ന് പറ, കാശ് തരാമെന്ന് സമ്മതിച്ചോ? ഓ, കാശ് അതൊക്കെ കുറെ കാര്യമുണ്ടടി. ഒരിക്കലും സമ്മതിക്കൂല. പിന്നെ എന്ത് പറഞ്ഞു? പിന്നെ പറഞ്ഞ എന്തിനും ഞാൻ 5-6 മാസത്തെ പെൻഡിങ് ഉണ്ടെന്ന്. അതുകൊണ്ട് അവർക്ക് ലോണ് തരാനേ പറ്റൂല. കുറച്ച് നാളായാലും കുടുംബശ്രീ ചൊരക്കാൻ നടക്കുന്ന അവളമാർക്ക് കാശും കൂടെ കുടുംബത്തിൽ അതേടി, നമ്മൾ അങ്ങനെ തന്നെ പറയണം. നമ്മൾ പൈസ അടക്കണേടി. എന്നിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളടി. അവളുമാരുടെ വിചാരമുണ്ടല്ലോ, കുടുംബശ്രീയിലെ പ്രസിഡന്റ് മറ്റോടാണെങ്കിൽ പിന്നെ എന്തോന്നോ, അയ്യോ പറഞ്ഞ് നടക്കുമല്ലേ ഇവളുമാരെ വിചാരം. ഞങ്ങളുടെ IAS കാരിയാണ്, ഞങ്ങളുടെ മജിസ്ട്രേറ്റിൽ ഉണ്ടാക്കുന്ന ജോലിയാണ് വിചാരം. നമ്മൾ കുറച്ചുകൂടെ പോച്ച വരയ്ക്കാൻ വിട്ടുകൊടുത്തത് തരാന്ന് പറഞ്ഞു. എന്നിട്ട് എടി തരാന്ന് പറഞ്ഞ അങ്ങനെയല്ല, ഞാൻ അതിനിടയ്ക്ക് ഒരു വേല വെച്ചടി. എന്ത് വേല? എടി, എന്റെ ഭർത്താവില്ലേ, അങ്ങേർക്ക് മൂലക്കുരുവാണെന്ന് പറഞ്ഞടി. ഞാൻ കടന്ന് കരഞ്ഞടി. അവര് വീണോ? ആദ്യമൊക്കെ പറഞ്ഞ് മൂലക്കുരുവിന് എന്തൊരു തിരിയിടുക. ഉച്ചടാ ഒരുത്തി പറയണ.
പിന്നെ പറയണ് എന്തിരുന്ന് പഴം തിന്നാനാ എന്തൊക്കെ പറയണ. ഇതില് വല്ല കാര്യമുണ്ടോ? കുടുംബത്തിന്റെ കാശിങ് എടുത്ത് തന്നാ പോരായോ? കൂടുതൽ വർത്താനം പറയണം. നിനക്ക് പറയാത്ത എന്ത്? എടി ഒടുക്ക ഞാൻ പറഞ്ഞ് കരഞ്ഞപ്പോഴാ പോലീസുകാരൻ സാറില്ലേ അങ്ങനെ പാവോടി അതൊരു പാവ മനുഷ്യനാ. അങ്ങേര് പറഞ്ഞ് എടി എങ്ങനെയെങ്കിലും കൊടന്ന് പറഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് അത് ചേട്ടാ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ പിന്നെ നിന്ന് അങ്ങനെ അങ്ങേര് പറഞ്ഞ നിങ്ങൾ ഒരു കാര്യം ചെയ്യും കാലത്തെ വാ. എന്തായാലും കാശ് തരാൻ സമ്മതിച്ചു. രണ്ട് കാഞ്ഞ വിത്തുകളാ. എന്തായാലും നിനക്ക് എന്നെ വിശ്വസിക്കാൻ ഞാൻ ഈ കാര്യം ആരോടും പറയാം. എന്റെ ഓമനെ എനിക്ക് നിന്നെ വലിയ വിശ്വാസമാണടി. അമ്മ സത്യമായിട്ട് എടി നീ ആരോടും പറയില്ലേ എടി. മറ്റേ കടിയും വരുന്നുണ്ട് അവിടെ ആങ്ങളാ. നീ വിട്ടോ. ഞാൻ പോണേ എടാ നീ എവിടെ പോണടാ? അവിടെ ഒരു വണ്ടി വർക്ക്ഷോപ്പിന്റെ വാതൊക്കെ കൊണ്ടുവച്ചേക്കുന്നത്. അപ്പോൾ അതെടുത്ത് വർക്ക്ഷോപ്പിൽ കയറ്റിച്ച് പണിയുണ്ട്. എവിടെ പോവച്ചി? ഞാനേ നമ്മുടെ മറ്റേ കണ്ടത്തിപ്പറമ്പിലെ ഗീതയില്ലേ, ഗീതയുടെ വീട് വരെ ഒന്ന് പോവാ. ഗീതയുടെ വീട്ടിൽ വരെ ഒരു ചെറിയ കാര്യമുണ്ട്. പിന്നെ ഇപ്പൊ അങ്ങോട്ട് പോയി അവളെ കണ്ടായിരുന്നു. മെലിച്ചേച്ചി ചേച്ചി അവളെ അറിയാലോ നിനക്ക്? പിന്നെ എന്തോന്നറിയാം നിനക്ക് അവളെ പറ്റി? കുടുംബശ്രീയുടെ കാശ് കടം മേടിക്കാൻ വന്നില്ലേ അവിടെ? അവിടെ ഭർത്താവിന് എന്തോ ഭർത്താവിന് മൂലക്കുറിന്റെ എന്തോ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു. അവിടെ വായ്പ ചോദിച്ചു. വായ്പ പറയാൻ നിൽക്കണേ. ലില്ലിയോട് ചെന്നൊരു കാര്യം പറയണം. അവിടെ ഭർത്താവ് 6 മാസത്തിൽ കൂടുതലായി അവളോട് തെറ്റിപ്പിരിഞ്ഞ് പോയിട്ട് ഒരു പുതിയ കാമുകം വന്നിട്ടുണ്ട്. അവന് കൊടുക്കാനാ കാശ്. ലില്ലിയോട് പറഞ്ഞാൽ 5ന്റെ കാശ് കൊടുത്തേക്കരുന്ന്. പിന്നെ മൂലക്കുറിട്ട് അങ്ങനെ കിടപ്പാന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് കാശടിച്ച് മാറ്റാനുള്ള നമ്പറാണ് അവളുടെ. നമ്പർ അവള് ലില്ലിയോട് ചെന്ന് പറഞ്ഞേക്ക്. മണ്ടത്തരം കാണിക്കരുന്നു. അവൾ നാളെ രാവിലെ വരും. പക്ഷെ അതിന് മുമ്പ് ഇന്ന് രാത്രി നീ കാര്യങ്ങൾ അവതരിപ്പിച്ചോ കേട്ടോ. കാശ് അങ്ങനെ എന്തൊക്കെയോ അത് അവിടെ ബുദ്ധി പോലെ എന്ത് വെച്ചാൽ പെരുമാറിക്കോളം പറയണം. നമ്പർ ഉടായിപ്പ ഓക്കെ. കൊടുക്കരുതെന്ന് പറഞ്ഞാൽ കൊടുക്കരുത്. ആരാ പറയുന്നത്? ഓമന ചേച്ചിയാ പറയുന്നത്. അപ്പൊ ഞാൻ പോട്ടെ. ആഹാ മിനിച്ചേച്ചി ആള് കൊള്ളാമല്ലോ. നമ്മുടെ വീട്ടിൽ കയറി വിടായിപ്പോ. ഇത് ലില്ലിപ്പെണ്ണിനെ ഇന്ന് രാത്രി എന്തായാലും അറിയിക്കുന്നില്ലേ. നാളെ ഈ മിനി പൈസയ്ക്ക് വരുമ്പോൾ കനകമ്മച്ചമ്മയുടെ മുമ്പിൽ വെച്ച് കൈയോടെ ഞാൻ പിടിക്കും. അപ്പം കനകമ്മച്ചയുടെ മുമ്പിൽ എൻ്റെ ഹീറോയിസെ കയറും. ആടി ദൈവമായിട്ട് ഓരോ വഴികൾ കൊണ്ടുവരുന്നത്. താങ്ക്സ് മിനി ഓമന ചേച്ചി. ആഹാ ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയി കിടക്ക്. ഓ നിനക്കേ ഈ ഫോൺ എടുത്ത് കളിക്കാൻ അറിയാം. ഇതൊന്ന് കുത്തിയിടാൻ പാടില്ലേ തക്കുടു? ഇത് വേണ്ട 5% ബാറ്ററി. ഇതിപ്പോ ഓഫായി പോവൂലേ? കളിക്കാൻ അറിയാം. കളിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടുവന്ന് അങ്ങ് വെക്കും. എന്തേ എഴുതി കൂട്ടണത്? എന്താ ഇതെന്താ? ഇതാ എടുത്തു പോയി. ബുക്ക് എടുത്തു പോയി. ഇതിന്റെ ചാർജർ എന്തിയേ? ഓ ഇതൊക്കെ കൊണ്ടുപോകാനും എല്ലാം എടുത്തു പോയി. എന്നിട്ട് മൂത്രമൊക്കെ ഒഴിച്ചിട്ട് വാ. ഇന്നിവിടെ ഒരു സംഭവം ഉണ്ടായി. എടി ലില്ലിപ്പെണ്ണ് പ്രസിഡന്റ് ആയ കുടുംബശ്രീ ഇല്ലേ, അതിനകത്ത് മിനി എന്ന് പറയുന്നൊരു ചേച്ചി ഇതൊക്കെ കുടിശ്ശിക വരുത്തിയേ ലോൺ പൈസ കാട്ടി ഇവിടെ വന്നു. അപ്പം ലില്ലിപ്പെണ്ണ് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അവർ കരഞ്ഞ് കാണിച്ച് അങ്ങനെ അവർക്ക് നാളെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർ നാളെ രാവിലെ ഇവിടെ പൈസ പിടിക്കാൻ വരും. അങ്ങനെ ഉറപ്പ് പറഞ്ഞ് അവരങ്ങ് പോയി. ഈ പെണ്ണും പുള്ള ഭൂലോകം ഉടായിപ്പാ. ഏഷണി ഓമന എന്ന് പറഞ്ഞ ചേച്ചിയോട് ഇവള് പറഞ്ഞു അവരുടെ ഭർത്താവിന് മൂലക്കുരുവില്ല, അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊന്നുമില്ല, പൈസ കിട്ടാൻ വേണ്ടി കള്ളത്തരം പറഞ്ഞാൽ. അവർ പോയി കഴിഞ്ഞപ്പോൾ ഏഷണി ഓമന ചേച്ചി ഞാൻ കണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു മോനെ നീ എന്ന് പറയണം, അവൾക്കൊരു കള്ളക്കാമോനുണ്ട് ഈ മിനി എന്ന് പറയുന്നവർക്ക്, അവയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പൈസയെന്ന്. അപ്പം നാളെ അവർ പൈസയ്ക്ക് വരുമ്പോഴത്തേനും ഞാൻ ഈ സംഗതി അങ്ങോട്ട് പൊട്ടിക്കും. അപ്പം ലില്ലിപ്പെണ്ണിനെ സമയത്ത് രക്ഷിച്ച കനകമ്മച്ചയുടെ മുമ്പ് ഞാനാരാ? ഹീറോ. ആ ഹീറോയിസത്തിൽ നിന്ന് ഞാൻ എത്ര ചോദിച്ചാലും മച്ചമ്മ എനിക്ക് തരും. നാളെ റൊണാൾഡോയുടെ ദിവസം എൻ്റെ റോസ്മേരി. ഇന്ന് പറയത്തില്ല, നാളെ പറയത്തുള്ളൂ. അവരെ കൈയോടെ മുമ്പിൽ വെച്ച് ഞാൻ പോകും. എൻ്റെ കൊടങ്ങാവളം മാതാവേ, ഓരോരോ വഴികളായിട്ട് എനിക്ക് കൊണ്ടിട്ട് തരുന്നതേ നീ. പളനി പോയി മുട്ട അടിച്ചോണ്ട് മുടി ചുമ്മൻ സ്ഥാനത്തുനിന്നൊക്കെ വളർന്നു വരുക. ചേച്ചി ഉറങ്ങിന്ന് പറഞ്ഞൊക്കെ അങ്ങനെ പറഞ്ഞാ മതി. ഓ വാ പാടി. ഇതെന്താ
സന്ധ്യ എപ്പോഴും കയറി കിടന്നങ്ങ് ഉറങ്ങിയോ? ഞാൻ ഉറങ്ങായിരിക്കല്ലേ, നീ എൻ്റെ അടുത്ത് തന്നെ കേൾക്കണത്. ആ ഉറങ്ങണവരൊക്കെ ഉറങ്ങട്ടെ, ഇനിയിപ്പോ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. ഉറങ്ങാനല്ലേ കിടക്കണത്. ആ പകലും ഉറങ്ങാന്ന് പറയായിരുന്നു. കാരണം ഇനിയിപ്പോ കുടുംബശ്രീയിലോട്ട് പോകേണ്ടി വരൂലല്ലോ. കനക, എനിക്ക് നിന്റെ പെങ്ങക്ക് ഇപ്പൊ ഈ നിമിഷം ഇവിടെ വന്ന് നിൽക്കേണ്ട കാര്യമില്ല. നിന്നെ കുറിച്ച് ഓർത്ത് മാത്രം, അല്ലാതെ നിന്റെ ഭാര്യനെ കുറിച്ച് ഓർത്തിട്ടല്ല. നിനക്കൊരാപത്ത് വരാൻ ഞാൻ സമ്മതിക്കൂല. അതെ, ഇവിടെ പൈസയും ചോദിച്ചൊരുത്തി വന്നായിരുന്നല്ലോ, മിനി. അവക്ക് നിന്റെ ഭാര്യ പൈസ കൊടുക്കാന്ന് തീരുമാനിച്ചല്ലോ. ആ നീയും നിന്റെ ഭാര്യയും. നിന്റെ ഭാര്യ അവക്ക് പൈസ കൊടുക്കുമല്ലോ നാളെ. എവിടെ ഉണ്ടായിരുന്നു? എന്നോട് ആരെങ്കിലും ചോദിച്ചിട്ടാണോ? പൈസ കൊടുക്കാൻ തീരുമാനിച്ചത്? നിന്റെ ഭാര്യ പൈസ കൊടുക്കും, നിന്റെ ഭാര്യ കുടുങ്ങും. കുടുങ്ങിക്കോട്ടെ. ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാനല്ലേ കുടുങ്ങുന്നത്? ചേച്ചിക്ക് എന്താ കുഴപ്പം? ഞാനല്ലേ പ്രസിഡന്റ്, ഞാൻ തീരുമാനിച്ചോളാം. പഴയ സെക്രട്ടറിക്കൊക്കെ എന്താ ഇവിടെ കാര്യം? കനക, ഞാൻ നിന്നോട് മാത്രം സംസാരിക്കാൻ. ആ ഓക്കെ. ആ സ്ത്രീ, ആ മിനി എന്ന് പറയുന്ന സ്ത്രീ ഭൂലോക ഊടായ്പാണ്. അവള് ഈ പറയുന്ന പോലെ അവളുടെ ഭർത്താവിന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. അവള് ഈ പൈസ അവളുടെ കാമുകന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ പരിപാടി കാണിച്ചേക്കുന്നത്. ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന സ്ഥാനം അങ്ങോട്ട് വരുന്നവർക്കും പോകുന്നവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അതിന് പ്രവൃത്തി പരിചയം വേണം. അതുള്ളത് കൊണ്ടും ഇപ്പോഴും ആളുകൾ എന്നെ പ്രസിഡന്റ് ആയിട്ട് കരുതുന്നത് കൊണ്ടും ഞാൻ ഇതറിഞ്ഞു. അല്ലാതെ ഇത് ഈ മുട്ടേന്ന് വിരിയാത്ത പിള്ളേർക്ക് പറ്റുന്ന പരിപാടിയല്ല. കൊടുക്കണമെങ്കിൽ കൊടുത്തോ. പക്ഷെ ഈ മിനി ഈ പൈസയും കൊണ്ട് മുങ്ങും. ഈ പറയുന്ന ഭാര്യ കൊടുക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് തീരുമാനിച്ചിട്ടൊക്കെ കൊടുക്കത്തുള്ളൂ. ഈ പറയുന്ന ആളോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്തേ ഈ പ്രാവശ്യം ആളുകളെ സെലക്ട് ചെയ്തില്ല? അറിഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ കനക. എന്നെ ഇപ്പോഴും പ്രസിഡന്റായിട്ട് കരുതുന്ന ആളുകളുണ്ട്. അവരെന്നെ രഹസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നിന്റെ ഭാര്യയെ രക്ഷിക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ നീ രക്ഷിക്കുക. നിനക്ക് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നീ രക്ഷിക്കുക. നിന്റെ ഭാര്യയുടെ വർത്താനം കേൾക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. ഇപ്പോഴും നീ വിചാരിച്ചോ, നിനക്കൊരാപത്ത് വന്നപ്പോ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ ഈ കാണാവുന്ന പെണ്ണുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സൈലൻസ് എന്ന് പറയുമ്പോഴേ ഓർക്കണം, ചേച്ചിയാണ് പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത് ഓർക്കണം. എനിക്കിത് മിണ്ടാതിരിക്കായിരുന്നല്ല. സൈലൻസ്. എനിക്ക് വിഷമമുണ്ട്, പക്ഷെ ഞാൻ എല്ലാം സഹിക്കും. അത് ഞാനാ പറഞ്ഞത്. അവിടെ കുടുംബശ്രീ കിടന്ന് ഒച്ചയിട്ട് ആർക്കും ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല ചേച്ചിയുടെ ഒച്ച കാരണം. അപ്പൊ ഞാൻ പറഞ്ഞു സൈലൻസ് എന്ന് പറഞ്ഞു. ചേച്ചി ഇത് എങ്ങനെ അറിഞ്ഞെന്ന് അറിയണമല്ലോ. എവിടെ കിടക്കണം? നീ എന്താ പറയാൻ പോണത്? പറയാം. വേറെ അടുപ്പുണ്ടെന്നാ? ഹലോ, മിനി ചേച്ചി, ലില്ലിയാ? ഇല്ലില്ല, കിടന്നില്ല. അതെ, ഒരു കാര്യം പറയാൻ വിളിച്ചതാ. അല്ലല്ല, അത് തരും, പൈസയൊക്കെ തരും. അത് ഞാനും തങ്കം ചേച്ചിയും പിന്നെ മറ്റേ സുലു ചേച്ചിയൊക്കെ ആയിട്ട് ചേച്ചിയുടെ വീട്ടിലോട്ട് അങ്ങോട്ട് വരാം. അവിടെ കൊണ്ടുവന്ന് തരാം പൈസ. ഇങ്ങോട്ട് വരണ്ട. അല്ല, അതുകൊണ്ടല്ല, ചേട്ടന് വയ്യാതിരിക്കല്ലേ, അപ്പൊ ഞങ്ങക്ക് ചേട്ടനെ കൂടെ കാണാമല്ലോ. എന്ത്? ഹലോ മിനി ചേച്ചി, എടുക്കൂല. അപ്പൊ കൊടുക്കണ്ട, ഉറപ്പിച്ചോ? അപ്പൊ ചേച്ചി പറഞ്ഞ സത്യമായിരിക്കോ? പിന്നെ അവള് വെറുതെ ഒന്നും കയറി പറയൂല. ചേച്ചി ഇതെങ്ങനെ? ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ കുടുംബശ്രീയിൽ എന്നെ ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ട്. അതിപ്പോ എല്ലായിടത്തും കാണുമല്ലോ. നമ്മൾ വിചാരിക്കും എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാണെന്ന്. നമ്മൾ അങ്ങോട്ട് മാറുമ്പോൾ അറിയാം നമ്മുടെ കുറ്റം എന്നാണ് പറയുന്നത്. അത് എല്ലായിടത്തും ഉള്ളതല്ലേ, അന്ന് കാര്യമാക്കണ്ട. എന്തായാലും അവളൊന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായി. ഇല്ലേ നാട്ടുകാർ ഒന്ന് നാണം കിട്ടുന്നേ. ചേച്ചി അടുത്തൊരു സോറി പറഞ്ഞിട്ട് വരട്ടെ. ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി. ഇനി അങ്ങോട്ട് വന്നിട്ട് ഫോൺ ചെയ്യും. അവരെ കാണുന്നില്ലല്ലോ. ഇന്നലെ ഇതിലേ വന്നേ, അപ്പം ഇന്ന് ഇതിലേ വരത്തുള്ളൂ. അവർ വരുന്നതിന് മുമ്പ് മച്ചമ്പി എങ്ങോട്ടും പോലെ കർത്താവേ. അവർ വരും, മച്ചമ്പോട് മുമ്പിട്ട് കൈ കൂടെ ഞാൻ കള്ളി വിളിച്ച് താവും. മച്ചമ്പോട് മുമ്പ് കട്ട കീറ ഒളിച്ചണം മുട്ട.
വരട്ടെ വാമിനി ചേച്ചി. ആ ഗുഡ് മോർണിംഗ്. ഇതന്നെ രാവിലെ എഴുന്നേറ്റ നീ? ഞാൻ ഇന്ന് രാവിലെ ഒരു കമ്പനം, പിന്നെ രാവിലെ ബാത്റൂമിലൊക്കെ പോയിട്ട് വന്ന് ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. കാപ്പി പിടിക്കാൻ വന്ന? അല്ല ഞാൻ വരാം, കഴിക്കാം. എന്നാ പിന്നെ ഞാനും ഇവിടെ ഇരിക്കാം. അല്ല തകച്ചേട്ടത്തിന് ജോലിയല്ലേ? ഓ പണിയൊക്കെ ഇന്ന് നേരത്തെ കഴിഞ്ഞ്, ഞാനും ഒന്ന് ഇച്ചിരി നേരത്തെ എഴുന്നേറ്റ്. അല്ല പൊയ്ക്കോ, ഞാൻ വരാം. ഓ ഇവിടെ ഇരിക്കാം. എന്തായാലും നീ വൈകുന്നേരം വരെ ഇരിക്കാനുള്ളല്ലേ? ഏ? അല്ല വൈകുന്നേരമൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാറുള്ളല്ലേ? വൈകിട്ട് രാവിലെ ജോലിയൊക്കെ ഒതുക്കിട്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ ജോലിയല്ല ഒതുങ്ങി. അക്കട് ഉണന്നെന്ന് തോന്നല്ലേ? അവന് ഉണന്ന് ഞാൻ അവന് കാപ്പിയും കൊടുത്ത് അവൻ പഠിക്കാനിരിക്കുക. പെണ്ണുമുള്ളത് കുളമൊക്കെ പ്രശ്നമാണ്. ഓ ഞാനേ ഇങ്ങനെ ഈ രാവിലെ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഇവിടെ ഇങ്ങനെ ഇരിക്കണം. ശരിയാ, ഇന്ന് എന്തായാലും ഞാൻ ഇരിക്കുന്നില്ല. എന്തിന്? വെറുതെ. ഒരു ജോലി ഇല്ലാത്തവരാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. നേട്ടത്തേക്ക് ഒരുപാട് ജോലിയൊക്കെ ഉള്ളല്ലേ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, നീ ഇവിടെ തന്നെ ഇരി. ആണോ?